2023 ഓഗസ്റ്റ് 23 അന്ന് ലോകം മുഴുവനും നമ്മുടെ രാജ്യത്തെ ഉറ്റുനോക്കുകയും ഭൂമിയിൽ നിന്നും ഏകദേശം 3.84 ലക്ഷം കിലോമീറ്റർ അകലെ ഒരു ഇന്ത്യൻ പേടകം ചന്ദ്രന്റെ മണ്ണിലേക്ക് ഇറങ്ങുന്ന അവസാന നിമിഷങ്ങൾ. വേഗതയും ഉയരവും കുറഞ്ഞ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് അത് അടുത്തടുത്ത് വരും. ഒടുവിൽ ടച്ച് ഡൗൺ. ഇന്ത്യ ഈസ് ഓൺ ദി മൂൺ. മിടിക്കുന്ന ഹൃദയത്തോടെ രാജ്യമൊട്ടുക്കുമുള്ള ജനകോടികൾ ആവേശത്തോടെ ആർത്തു വിളിച്ചു. ലോകരാഷ്ട്രങ്ങൾ അസൂയയോടും തെല്ല് കുശുമ്പോടും കൂടി ഇന്ത്യ എന്ന് ഉച്ചരിച്ചു. എന്നാൽ ആ നിമിഷത്തിന് പിന്നിൽ 4 വർഷം മുൻപ് പൊട്ടിപ്പോയ ഒരു സ്വപ്നമുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2019 സെപ്റ്റംബർ 7 ഒരു ലാൻഡർ പരാജയപ്പെട്ടപ്പോൾ പൊട്ടിക്കരയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണുനീരും അദ്ദേഹത്തെ ശകാരിക്കുന്നതിന് പകരം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ വലിയ കരുതലും ഇതിനുശേഷം നമ്മുടെ രാജ്യം നടത്തിയ അത്യുജ്വലമായ തിരിച്ചുവരവായിരുന്നു അത്. 2019 ചന്ദ്രയാൻ 2 എന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് പ്രജ്ഞാൻ റോവറിനെ വഹിക്കുന്ന വിക്രം ലാൻഡർ ഇറക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുതിച്ചുയർന്നു. അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളെല്ലാം ശരിയായി പോകുകയായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷനും പിന്നാലെ ദൗത്യത്തിന്റെ നിർണായക നിയന്ത്രണവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. രാജ്യം മുഴുവനും ഒരു വേള സപ്തരായി നിന്നു. അന്ന് ഇസ്രോയുടെ ചെയറിലിരുന്നത് ഡോക്ടർ കെ ശിവൻ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെ വർഷങ്ങളുടെ പരിശ്രമമായിരുന്നു അവസാന നിമിഷത്തിൽ അവിടെ ലക്ഷ്യം കാണാതെ പോയത്. വലിയ നിരാശയോടെ അദ്ദേഹം മുഖം താഴ്ത്തി. ആ രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രോയുടെ കേന്ദ്രത്തിൽ രാജ്യത്തിന്റെ ചരിത്ര വിജയം നേരിട്ട് കാണുവാനായി എത്തിയിരുന്നു. എന്നാൽ ആഘോഷത്തിന് പകരം അവിടെ നിരാശ പടരുന്നത് കണ്ട പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞരോട് ആരും നിരാശരാകേണ്ട, നമ്മുടെ ചന്ദ്രനെ തൊടാനുള്ള ഡിറ്റർമിനേഷൻ കൂടുതൽ ശക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും ഇസ്രോ വിട്ടു മടങ്ങുന്ന മോദിജിയെ യാത്ര അയക്കുവാൻ അനുഗമിച്ച ഡോക്ടർ കെ ശിവന്റെ മുഖം തെല്ല് താണിരുന്നു. അദ്ദേഹത്തിന്റെ വികാരങ്ങൾ നിയന്ത്രണം വിട്ടു. ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അടുത്ത നിമിഷം സംഭവിച്ചത് കണ്ട് രാജ്യം നടുങ്ങി തെരിച്ചുപോയി. എല്ലാ പ്രോട്ടോകോൾ നിബന്ധനകളും പൊട്ടിച്ചുകൊണ്ട് അടുത്ത നിമിഷം പ്രധാനമന്ത്രി ശിവനെ ചേർത്ത് പിടിച്ചു. ആ മഹാനായ ശാസ്ത്രജ്ഞൻ അത് മതിയായി. പരാജയപ്പെട്ടുവെന്ന് ധരിച്ച മനുഷ്യനോട് നീ പരാജയപ്പെട്ടിട്ടില്ല എന്നും നാം അത് നേടിയെടുക്കുമെന്നും വാക്കും ഭാഷണവും കൂടാതെ പറയുന്ന ആലിംഗനമായിരുന്നു. അവിടെയായിരുന്നു യഥാർത്ഥ തുടക്കം. ജാഗ്രതയോടെ പരാജയത്തെ പഠിച്ച ഇസ്രോ 4 വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്യം കണ്ടു. ഇന്ത്യ ചന്ദ്രന്റെ നെറുകയിൽ, ലോകത്തിന്റെ. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ യാത്ര ആരംഭിച്ചത് ചന്ദ്രയാൻ 1 തുടർന്ന് ലാൻഡറിന്റെ സോഫ്റ്റ് ലാൻഡിംഗിൽ പരാജയപ്പെട്ട ചന്ദ്രയാൻ 2, ഒടുവിൽ ഇന്ത്യ ചന്ദ്രനെ പോയി തൊട്ട ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ LBM-3 M4 റോക്കറ്റിലായിരുന്നു ചന്ദ്രനിലേക്കുള്ള ആ യാത്ര. റോക്കറ്റ് വിജയകരമായി ചന്ദ്രയാൻ 3 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. തുടർന്ന് നിരവധി ഭ്രമണപഥ ഉയർത്തൽ നടപടികളിലൂടെ പേടകം ക്രമേണ ചന്ദ്രനിലേക്കുള്ള യാത്ര തുടർന്നു. ഓഗസ്റ്റ് 1 ചന്ദ്രയാൻ 3 ട്രാൻസ്ലൂണാർ ഓർബിറ്റിലേക്ക് പ്രവേശിച്ചു. ഓഗസ്റ്റ് 5 അത് വിജയകരമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും വിക്രം ലാൻഡർ വേർപെട്ടു. അടുത്ത ഘട്ടം ലാൻഡറിന്റെ സ്വന്തം യാത്രയായി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള പ്രദേശം ലക്ഷ്യമാക്കി ലാൻഡർ നീങ്ങി. അങ്ങനെ ആ ദിവസം വന്നെത്തി. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യൻ സമയം വൈകിട്ട് രാജ്യം മുഴുവനുമുള്ള കോടിക്കണക്കിന് ഇന്ത്യക്കാർ പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും ടെലിവിഷനുകളിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലേക്കും കണ്ണ് നട്ടുമിടിക്കുന്ന ഹൃദയത്തോടെ നോക്കുന്നു. അവസാനം വിക്രം ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തെ തൊട്ടു. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ നാമധേയം അവിടെ ശോഭയോടെ തിളങ്ങി. ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യവും ഇടം നേടി. അത് മാത്രമല്ല, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്തിന് സമീപം വിജയകരമായി ലാൻഡ് ചെയ്ത ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. ലാൻഡിംഗ് വിജയിച്ചതോടെ ദൗത്യം അവസാനിച്ചില്ല. വിക്രം ലാൻഡറിൽ നിന്നും ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുവാൻ ക്രമീകരിച്ച പ്രജ്ഞാൻ റോവർ എന്ന പേടകം പുറത്തിറങ്ങി. ചെറിയ ചക്രങ്ങളുമായി അത് ചന്ദ്രന്റെ ഉപരിതലത്തേക്ക് നീങ്ങി. ഇന്ത്യയുടെ പതാകയും ISROയുടെ മുദ്രയും അടയാളപ്പെടുത്തിയ പ്രജ്ഞാൻ ചന്ദ്രന്റെ മണ്ണിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. പ്രജ്ഞാൻ ഏകദേശം 101 മീറ്റർ ദൂരം സഞ്ചരിച്ചുവെന്നായിരുന്നു ISRO പിന്നീട് അറിയിച്ചത്. പരാജയം അവസാനമല്ല എന്ന് ഉറപ്പിച്ച്
ചന്ദ്രയാൻ 2വിന്റെ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച് കൂടുതൽ തയ്യാറെടുപ്പോടുകൂടി, കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യ വീണ്ടും ചന്ദ്രനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ഒടുവിൽ വിജയം സ്വന്തമാക്കുകയും ചെയ്ത ദിവസമാണ് 2023 ഓഗസ്റ്റ് 23. സ്വപ്നങ്ങൾ എത്ര ദൂരെയായാലും അവയെ പിന്തുടരുവാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ചന്ദ്രനെ പോലെ ഉയരത്തിലുള്ളതിനെയും തൊടാം.